We shall now discuss about LC oscillations. ഒരു fully charged capacitor is connected to an inductor in series. അപ്പോൾ കപ്പാസിറ്റർ ഇനീഷ്യലി ചാർജ്ഡ് ആണ്, അതിനെ ഇൻഡക്റ്റൻസിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ അത് ഡിസ്ചാർജ് ചെയ്യും അല്ലേ. കപ്പാസിറ്ററിലുള്ള ചാർജ് കുറഞ്ഞു കുറഞ്ഞു വരും. അപ്പോൾ സർക്യൂട്ടിലൂടെ ഒരു കറണ്ട് ഐ വിൽ ബിഗിൻ ടു ഫ്ലോ. കപ്പാസിറ്ററിൻ്റെ പോസിറ്റീവ് പ്ലേറ്റിൽ നിന്ന് നെഗറ്റീവ് പ്ലേറ്റിലേക്ക് കറണ്ട് ഐ വിൽ ബിഗിൻ ടു ഫ്ലോ. സോ charge on the capacitor goes on decreasing and current through the inductor goes on increasing. കപ്പാസിറ്ററിൽ എനർജി ഈസ് സ്റ്റോർഡ് ആസ് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി Q²/2C ആണ് കപ്പാസിറ്ററിൽ സ്റ്റോർഡ് ആയിട്ടുള്ള എനർജി. ഇൻഡക്റ്റൻസിലെ എനർജി the magnetic energy stored in the inductor is half Li². അപ്പോൾ ഈ കപ്പാസിറ്ററിലുള്ള ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി കുറഞ്ഞു കുറഞ്ഞു വരുന്നു. ഇൻഡക്ടറിൽ കൂടെയുള്ള ഇൻഡക്ടറിൽ സ്റ്റോർഡ് ആയിട്ടുള്ള മാഗ്നറ്റിക് എനർജി ½ Li² കൂടി കൂടി വരുന്നു. അങ്ങനെ കപ്പാസിറ്ററിലെ ചാർജ് കംപ്ലീറ്റ്ലി സീറോ ആവുന്നു. ഇൻഡക്ടറിൽ മാക്സിമം കറണ്ട് വിൽ ബി ഫ്ലോയിങ് ത്രൂ ദ ഇൻഡക്ടർ. ഇനി എന്ത് സംഭവിക്കും? ഇൻഡക്ടറിൽ നിന്ന് കറണ്ട് വിൽ ബിഗിൻ ടു ഫ്ലോ ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഇവിടെയാണ് പോസിറ്റീവ്, ഇവിടെ നെഗറ്റീവ് ആണ്. അപ്പോൾ ഇനി കറണ്ട് ഈ ഡയറക്ഷനിൽ ഫ്ലോ ചെയ്യാൻ തുടങ്ങും. എന്നിട്ട് കപ്പാസിറ്ററിനെ ചാർജ് ചെയ്യും. കറണ്ട് വിൽ ഫ്ലോ ഇൻ ദ റിവേഴ്സ് ഡയറക്ഷൻ ആൻഡ് ഇറ്റ് വിൽ ചാർജ് ദ കപ്പാസിറ്റർ. അപ്പോൾ കപ്പാസിറ്ററിലെ ചാർജ് കൂടി കൂടി വരും, ഇൻഡക്ടറിലുള്ള കറണ്ട് കുറഞ്ഞു കുറഞ്ഞു വരും. അങ്ങനെ ദ ചാർജ് ഓൺ ദ കപ്പാസിറ്റർ ആൻഡ് ദ കറണ്ട് ഇൻ ദ ഇൻഡക്ടർ it will oscillate between the capacitance and the inductance. Charge on the capacitor and the current in the inductor will exhibit the phenomenon of electrical oscillations. It will exhibit the phenomenon of electrical oscillations similar to a mechanical system. ഇപ്പോൾ ഒരു സ്പ്രിങ്ങിൻ്റെ അറ്റത്ത് നമ്മൾ ഒരു ഒരു ബ്ലോക്ക് തൂക്കിയിട്ടിട്ട് അതിനെ താഴത്തേക്ക് വലിക്കുകയാണെങ്കിൽ ആ വലിച്ചിരിക്കുന്ന എക്സ്റ്റെൻഡഡ് പൊസിഷനിൽ അതിൽ പൊട്ടൻഷ്യൽ എനർജിയാണ് കൂടുതൽ. അത് കഴിഞ്ഞ് അത് ഇക്വിലിബ്രിയം പൊസിഷനിൽ എത്തുമ്പോൾ മാക്സിമം കൈനറ്റിക് എനർജി ആവും. പിന്നെ അത് വീണ്ടും കംപ്രസ്ഡ് പൊസിഷനിലേക്ക് വരും അല്ലേ. കംപ്രസ്ഡ് പൊസിഷനിൽ എഗെയിൻ പൊട്ടൻഷ്യൽ എനർജി ബിക്കംസ് മാക്സിമം. അപ്പോൾ ഈ എനർജി കൈനറ്റിക് ആൻഡ് പൊട്ടൻഷ്യലിൻ്റെ ഇടയിൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. അതേപോലെ ഇവിടെ ചാർജും കറൻറ്റും ഇറ്റ് ഈസ് ഓസിലേറ്റിംഗ് ബിറ്റ്വീൻ ദ കപ്പാസിറ്റൻസ് ആൻഡ് ദ ഇൻഡക്റ്റൻസ്. ആ ഓസിലേഷനെയാണ് നമ്മൾ LC ഓസിലേഷൻ എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ ഇക്വേഷൻ എഴുതുകയാണെങ്കിൽ കപ്പാസിറ്ററിലുള്ള ചാർജ് കപ്പാസിറ്ററിലെ വോൾട്ടേജ് Q/C V = Q/C. ഇൻഡക്ടറിലുള്ള ബാക്ക് EMF എന്ന് പറയുന്നത് -LdI/dt ആണ്. ഇവിടെ വേറെ വോൾട്ടേജ് സോഴ്സ് ഒന്നുമില്ല. സോ ദ ടോട്ടൽ EMF according to Kirchhoff's voltage rule, the total EMF is equal to 0. ഇനി കറണ്ടിനെ നമുക്ക് -dQ/dt എന്ന് എഴുതാം. ഇവിടെ -dQ മൈനസ് എഴുതാൻ കാരണം കറണ്ട് will increase and the charge is decreasing അല്ലേ. ഇതിലെ ചാർജ് കുറയും തോറും കപ്പാസിറ്ററിലുള്ള ചാർജ് കുറയും തോറും സർക്യൂട്ടിലെ കറണ്ട് കൂടുന്നു. ഒന്ന് കുറയുമ്പോൾ മറ്റൊന്ന് കൂടുകയാണ്. ഒന്ന് ഡിക്രീസ് ചെയ്യുമ്പോൾ മറ്റൊന്ന് ഇൻക്രീസ് ചെയ്യുന്നു എന്ന് കാണിക്കാനാണ്, ആ ഡയറക്ഷനാണ് ഓപ്പോസിറ്റ് എന്ന് കാണിക്കാനാണ് നെഗറ്റീവ് സൈൻ. അപ്പോൾ ഈ -dQ/dt ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ വി ഗെറ്റ് L/d²/dt² പ്ലസ് Q/C = 0. കറണ്ട് I എന്നുള്ളതിന് പകരം നമ്മളിവിടെ dQ/dt -dQ/dt സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ മൈനസ് മൈനസ് എന്നുള്ളത് എന്തായി? പ്ലസ് ആയി. d/dt ഓഫ് dQ/dt ആണ് d²Q/dt². അപ്പോൾ L/d²Q/dt² പ്ലസ് Q/C = 0. ഇനി ഈ ഇക്വേഷനെ തന്നെ d²Q/dt² പ്ലസ് L കൊണ്ട് ഡിവൈഡ് ചെയ്തു. Q/LC = 0. Now this is similar to the equation of simple harmonic motion d²x/dt² plus omega 0² x അല്ലെങ്കിൽ omega square x
ഈക്വൽ ടു 0 അല്ലേ? ഇതാണ് സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ ഇക്വേഷൻ. അപ്പോൾ ഇതിൽ കമ്പയർ ചെയ്യുമ്പോൾ നമുക്കിവിടെ എക്സ് എന്നുള്ള ഡിസ്പ്ലേസ്മെൻറ്റ് വെക്റ്റർ, എക്സിന് പകരം പൊസിഷൻ വെക്റ്റർ അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റിന് പകരം നമുക്ക് ചാർജ് ക്യൂ ആണ്. പിന്നെ ഒമേഗ സ്ക്വയർ, ഒമേഗ 0 സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്? 1/LC അല്ലേ? ഇതിൽ എക്സിൻ്റെ കോയിഫിഷ്യൻ്റ് ഒമേഗ 0 സ്ക്വയർ, ഇവിടെ 1/LC. അപ്പോൾ ഒമേഗ 0 ഈസ് ഈക്വൽ ടു 1/√LC. അപ്പോൾ ഈ ചാർജും കറൻറ്റും ഓസിലേറ്റ് ചെയ്യുന്ന ഫ്രീക്വൻസി ആണ് 1/√LC എന്നുള്ളത്. ഇനി ഈ സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ ഇക്വേഷൻ ഇതിനെ സോൾവ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന ആൻസർ Q ഈസ് ഈക്വൽ ടു QM cos omega t plus phi. Q equal to QM cos omega t plus phi ആണ് the solution of the simple harmonic equation. ഇതിൽ നിന്ന് phi is a phase difference. Phi is a phase difference. ഇനി ഇതിൽ നിന്ന് കറണ്ട് കണ്ടുപിടിക്കണമെങ്കിൽ കറണ്ട് I is equal to minus dq by d QM omega, പിന്നെ ഡെറിവേറ്റീവ് ഓഫ് കോസ് ഒമേഗ ടി ഈസ് മൈനസ് സൈൻ ഒമേഗ ടി ഇൻറ്റു ഒമേഗ. ആ മൈനസും കൂടെ പ്ലസ് ആയി. അപ്പോൾ ക്യൂ എം ഒമേഗ സൈൻ ഒമേഗ ടി എന്ന് വരും. ഇനി ക്യൂ എം ഒമേഗ എന്നുള്ളതിനെ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് ഐ എം. സോ ഐ ഈസ് ഈക്വൽ ടു ഐ എം സൈൻ ഒമേഗ ടി. ഇതാണ് കറണ്ട് ഇൻ ദ സർക്യൂട്ട്. ആൻഡ് ദ ചാർജ് ഇൻ ദ സർക്യൂട്ട് ഈസ് ക്യൂ ഈക്വൽ ടു ക്യൂ എം cos omega t, Qm cos omega t plus phi. Current in the circuit is I is equal to Im sin omega t. omega 0 എന്നിടാം. നമ്മൾ omega 0 എന്നാണ് ഇവിടേക്ക് എടുത്തിരിക്കുന്നത്. So Im is equal to Qm omega 0. ഇനി ഈ മെക്കാനിക്കൽ സിസ്റ്റവും ഇലക്ട്രിക്കൽ ഓസിലേഷൻസും തമ്മിൽ കമ്പയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇപ്പോൾ എക്സ് എന്നുള്ള ഡിസ്പ്ലേസ്മെൻറ്റ് വെക്റ്ററിന് പകരം ഇവിടെ ചാർജാണ്. ഇനി ഒമേഗ 0 എന്ന് പറയുന്നത് 1/√LC. സാധാരണ മെക്കാനിക്കൽ സിസ്റ്റത്തിൽ എങ്ങനെയാണ് വരിക? നമ്മൾ ഫോഴ്സസ് ഈക്വൽ ടു KX അല്ലേ? ആ ഹുക്സ് ലോ വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. m×d²x/dt², മാസ് ഇൻറ്റു ആക്സിലറേഷൻ, മൈനസ് KX ഉണ്ട്. അപ്പോൾ പ്ലസ് KX ഈക്വൽ ടു 0. ഫോഴ്സ്, റെസ്റ്റോറിങ് ഫോഴ്സും ഡിസ്പ്ലേസ്മെൻറ്റും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണെന്നുള്ളതുകൊണ്ട് മൈനസ് വന്നു. അപ്പോൾ ഈ എം എന്നുള്ളതിന് K/M എന്ന് എഴുതും. സോ വി ഹാവ് ഒമേഗ സ്ക്വയർ ഈസ് ഈക്വൽ ടു K/M, ഓർ വി ഹാവ് ഒമേഗ ഈക്വൽ ടു റൂട്ട് ഓഫ് K/M. ഇവിടെ നമുക്ക് ഒമേഗ അല്ലെങ്കിൽ ഒമേഗ 0 എന്ന് എടുത്തിട്ടുണ്ട്. റൂട്ട് ഓഫ് 1/LC ആണ്. ഇനി എഫ് ഈക്വൽ ടു മൈനസ് KX എന്നുള്ളത് പോലെ നമുക്ക് ഇവിടെ ഉള്ളത് ഇൻഡ്യൂസ്ഡ് EMF ഇസ് ഈക്വൽ ടു മൈനസ് LdI/dt എന്നുള്ള ഇക്വേഷനാണുള്ളത്. അതിൽ നമ്മൾ DI/dt, I എന്നുള്ളത് മൈനസ് dQ/dt ആണ്. അപ്പോൾ അത് പ്ലസ് d²Q/dt² എന്ന് വരും അല്ലേ? I മൈനസ് dQ/dt ആയതുകൊണ്ട്. അപ്പോൾ d²Q/dt² എന്നുള്ളതാണ് മാസ് ഇൻറ്റു ആക്സിലറേഷൻ d²x/dt² എന്നുള്ളതിന് പകരം വരുന്നത്. പിന്നെ so instead of x we have q here, and instead of mass m into a, mass into acceleration ആണ്. m into d²x/dt² ആണ്. ഇവിടെ നമുക്ക് l into d²Q/dt² ആണ്. അപ്പോൾ l ആണ് m-ന് പകരം, മാസിന് പകരം വരുന്നത്. സോ മാസ് എന്നുള്ളത് ഇറ്റ് ഈസ് എ മെഷർ ഓഫ് ഇനേർഷ്യ ഓഫ് ദ ബോഡി ഇൻ മെക്കാനിക്സ്. ഇവിടെ അതിന് പകരം വരുന്നത് ഇൻഡക്റ്റൻസ് L ആണ്. ആൻഡ് ദാറ്റ് ഈസ് ദ electrical inertia. Inductance L is a measure of electrical inertia, the resistance of the circuit to growth and decay of current in it. പിന്നെ അപ്പോൾ m-ന് പകരം we have L. so K എന്നുള്ളതിന് പകരം വരുന്നത് 1/C. K എന്നുള്ളതിന് പകരം 1/C, m-ന് പകരം L, x-ന് പകരം Q.
ഇനി വെലോസിറ്റി പറയുന്നത് dx by dt ആണ് അല്ലേ. വെലോസിറ്റി പറഞ്ഞാൽ dx by dt ആണ്. കറണ്ട് എന്ന് പറയുന്നത് dq by dt ആണ്. പിന്നെ നമുക്ക് പറയാൻ പറ്റുന്നത് എനർജീസ് അല്ലേ. എനർജി മെക്കാനിക്കൽ സിസ്റ്റത്തിൽ ഒരു സ്പ്രിങ്ങിൻ്റെ കേസിൽ പൊട്ടൻഷ്യൽ എനർജി ഹാഫ് കെ എക്സ് സ്ക്വയർ ആണ്. പൊട്ടൻഷ്യൽ എനർജി ഓഫ് ദ സ്പ്രിങ് ഈസ് ഹാഫ് കെ എക്സ് സ്ക്വയർ. കൈനറ്റിക് എനർജി ഓഫ് ദ സ്പ്രിങ് ഈസ് ഹാഫ് എം വി സ്ക്വയർ. അപ്പോൾ ഇവിടെ നമുക്ക് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജിയാണ് കപ്പാസിറ്റൻസിൽ സ്റ്റോർഡ് ആവുന്നത്. ദാറ്റ് ഈസ് ക്യൂ സ്ക്വയർ ബൈ 2c വിച്ച് ഈസ് ദ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി. പിന്നെ മാഗ്നറ്റിക് എനർജി എന്ന് പറയുന്നത് എന്താണ്? മാഗ്നറ്റിക് എനർജി ഈസ് ഹാഫ് എൽ ഐ സ്ക്വയർ. അപ്പോൾ ഇതിലെ ടേംസ് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ എമ്മിന് പകരം വി ഹാവ് എൽ, വി എന്നുള്ള വെലോസിറ്റിക്ക് പകരം കറണ്ട് ആണ്, എക്സ് എന്നുള്ള പൊസിഷന് പകരം വി ഹാവ് ചാർജ്, ക്യൂ കെ എന്നുള്ള ഫോഴ്സ് കോൺസ്റ്റന്റിന് പകരം വി ഹാവ് 1/c റെസിപ്രോക്കൽ ഓഫ് കപ്പാസിറ്റൻസ്.